വർഷം മുമ്പ് ദുബായിലേക്ക് പോയ തിരുവനന്തപുരം സ്വദേശി സത്യനെ തേടിയാണ് ഭാര്യ ലൈല പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി സത്യൻ വീടുമായി ബന്ധപ്പെടുന്നില്ല. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്നറിയാത്ത വിഷമത്തിലാണ് ലൈല. സത്യൻ എന്താ ജോലി? തയ്യല. ഇവിടെ തയ്യലായിരുന്നു. ഇതിനു മുമ്പ് ഗൾഫിൽ പോയിട്ടുണ്ടോ? സൗദിയിലുണ്ടായിരുന്നു. എത്ര കാലം ഉണ്ടായിരുന്നു? അവിടെ 10-25 വർഷം ഉണ്ടായിരുന്നു. 25 വർഷം ഉണ്ടായിരുന്നു. ഇങ്ങനൊക്കെ തന്നെ ആയിരുന്ന ആള്? ഏതാണ്ട് ഇങ്ങനൊക്കെ തന്നെയാണ്. അപ്പൊ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒടുവില് പോയിട്ടു അല്ലേ? കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. അത് പോയത് ഉണ്ടാവും അല്ലേ? എത്ര മക്കളാ? മകള് മാത്രമേ ഉള്ളൂ. ആള് പഠിക്കുക? എന്തിനാ പഠിക്കുന്നത്? ബിഎഡിന് പഠിക്കുക. ഇപ്പൊ പോയിട്ട് ഒരു കൊല്ലായി അല്ലേ? ഇപ്പം ദുബായില് പോയി ഒരു കൊല്ലായി. അവിടെ ജോലി ഉണ്ടായിരുന്നു? അതറിഞ്ഞില്ല, അറിഞ്ഞൂടാ. 6 മാസം വരെ കാശൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? 2-3 തവണ പൈസ അയച്ചു. ഇപ്പം വിളിച്ചിട്ട് 6-7 മാസമായി. ചെലവിനും പൈസ അയക്കില്ല. ദുശീലണ്ട? അതിനെ പറ്റി അറിഞ്ഞൂടാ. ഇവിടെ ജോലി ചെയ്തിരുന്നു? അല്ല, ഇവിടെ നിന്നത് കുറച്ച് ദിവസം തന്നെയായിരുന്നു. കുറച്ച് ദിവസം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ സൗദിയിൽ നിന്നിട്ട് 3-4 കൊല്ലം ഉണ്ടായിരുന്നു. 3-4 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പൊ ജോലിക്ക് പോയിരുന്ന? ജോലിക്ക് പോയി കച്ചവടത്തിൽ. ഇപ്പൊ എന്താ അങ്ങനെ സംഭവിക്കാൻ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്നുമില്ല. ഇതിങ്ങനെ തന്നെയാണ് അവിടെ ആവുമ്പോഴും കുറച്ചു കാലം കാശയക്കും, കുറച്ചു കാലം അല്ല അപ്പോഴേ ചിലവിനൊക്കെ അയച്ചോണ്ടിരുന്നത്. സ്ഥിരമായിട്ട് കാശൊക്കെ അയച്ചിരുന്നു. പക്ഷെ അങ്ങനെ വിളിക്കാതിരിക്കലൊക്കെ ഉണ്ട് അല്ലേ? വിളിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഈ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നത്? അത് ശരി. ഞാൻ ചോദിച്ചപ്പോ അങ്ങനെയല്ല പറഞ്ഞു. ഇതിനു മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു? മുമ്പേ ഇതേപോലെ കുറച്ച് ദിവസം 10 കൊല്ലമൊക്കെ പോയി കിടന്ന് താമസിച്ചിട്ട് തന്നെ പറഞ്ഞത്. ഒരു പ്രാവശ്യം പോയാൽ 10 കൊല്ലമൊക്കെ നിൽക്കും അല്ലേ? 6 കൊല്ലം 5 കൊല്ലമൊക്കെ കൂടുമ്പോഴേ വരുള്ളൂ അല്ലേ? പൊതുപ്രവർത്തനമൊക്കെ ഉള്ള ആളാണ്? അല്ല, ഒന്നുമില്ല. നാട്ടുകാരൊക്കെ ആയിട്ട് നല്ല ഇതിലൊക്കെ കഴിയുന്ന ഒരാളാണ്. ഇതിന് കാരണമൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല? പൊതുവെ സ്വഭാവം അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെ 6 മാസമായിട്ട് വീട്ടിലേക്ക് കാശൊന്നുമില്ല. വിളിപ്പോ അങ്ങനെ വിളിക്കൊക്കെ ഇല്ല. അവസാനം വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? പ്രശ്നമുണ്ടോ പുള്ളിക്ക്? ഒന്നുമില്ല. വിസിറ്റ് വിസയിലാ പോയത്. എന്നിട്ട് പിന്നെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ വിസ ഉണ്ടാവില്ല. ഇതിന്റെ വിസ തീർന്നുണ്ടാവും അല്ലെ? അവസാനിച്ചിട്ടുണ്ടാവുമല്ലോ. 6 മാസത്തിനൊക്കെ അല്ലേ പോവുക? ദുബായിലാണോ ഷാർജയിലാണോ? ദുബായിലെ ഷാർജയിലോ? ദുബായിലാണ്. അപ്പൊ ആളെ കൊണ്ടുവരാൻ വേണ്ടത് കാശയൊക്കെ വേണ്ടത്? ഭയങ്കര കഷ്ടമാണ്. അതൊട്ട് വലിയ കാര്യമില്ല. സഹോദരങ്ങളൊക്കെയാണ് ഇപ്പൊ ചിലവ് നോക്കണത്. പുള്ളിയുടെ സഹോദരങ്ങള്, നിങ്ങളെ സഹോദരങ്ങള്. നമ്മളൊന്ന് ശ്രമിച്ചോക്കെ. ദുബായിലായ കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ദുബായിലാവുമ്പോ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കണ്ടുപിടിക്കാനൊന്നും. കാരണം നമ്മളറിയുന്ന ഒരു സ്ഥലമാണ് ദുബായിൽ. ഇത്തരം ആളുകൾ കുറവുള്ള സ്ഥലമാണ്. അതായത് സൗദിയിലോ കുവൈറ്റിലൊക്കെ ആകുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. മസ്കറ്റ് ഇവിടെയൊക്കെ. എന്തായാലും നോക്കാം നമുക്ക്. ദുബായിലെ പ്രവാസ ലോകം പ്രവർത്തകനോടും സത്യനോടും കൂടിയുള്ള ഒരു അഭ്യർത്ഥന. സത്യം ദീർഘകാലം പ്രവാസിയായിരുന്ന ആളാണ്. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല എന്ന് മനസ്സിലായി. കാരണം 25 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ചിട്ട് ഒന്നും നേടാത്തതുകൊണ്ടാണല്ലോ വീണ്ടും തൊഴിലന്വേഷിച്ച് പോകുന്നത്. അത്യാവശ്യ പ്രായം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് പ്രവാസികൾക്ക് പൊതുവേ ഉള്ളത്. നിങ്ങൾക്ക് മാത്രമല്ല. നമ്മൾ ഈ കാണുന്ന എന്താ പറയുക, പുലിപ്പൊന്നും അല്ലെങ്കിൽ പത്രങ്ങൾ എഴുതുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ കാണുന്ന ഒരു രീതിയല്ല നമ്മളെ പ്രവാസികൾക്കുള്ളത്. ദീർഘകാലം ജോലി ചെയ്തിട്ടും ഒന്നും സമ്പാദിക്കാതെ നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളെ നമുക്കറിയാം. സത്യനെ പോലുള്ള ആളുകൾ തിരിച്ചുപോയി വീണ്ടും ജോലി അന്വേഷിക്കും. ആ ജോലിക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ ഒരു കാലം നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, സ്ഥിരമായിട്ട് ജോലി കിട്ടായി ഒക്കെ ഉണ്ടാവും, യാതൊരു സംശയമില്ല. എന്തായാലും സത്യം നാട്ടിലേക്കൊന്ന് വിളിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ട്. 6 മാസമായിട്ട് യാതൊരു വിവരവും ഇല്ല.
വരണം എന്ന് അവരിപ്പോൾ പെട്ടെന്ന് പറയുന്നില്ല. പൈസ കറക്റ്റായിട്ട് അയച്ചാൽ കുറച്ചുകൂടി പൈസയും നാട്ടിലേക്ക് വരികയും വേണം, ഇതൊക്കെ കഴിയുമ്പോൾ. പക്ഷേ അങ്ങനെ ഒരു അഡ്രസ്സും ഇല്ലാതെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമം കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും അതിലിപ്പോൾ ഞങ്ങൾ സത്യനെ ഒരു കുറ്റക്കാരനായിട്ടോ ഒന്നും കാണുന്നില്ല, ഞാൻ വ്യക്തിപരമായിട്ട്. അവരും അങ്ങനെയല്ല വന്നിട്ടില്ല. അവർക്കൊന്ന് എന്താണ് ഒരു വഴി നിശ്ചയമില്ലാത്തതുകൊണ്ട് നമ്മളെടുത്ത് വന്നതാണ്. അതിലിപ്പോൾ ഒരു പരിഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ സത്യൻ കുടുംബത്തെ നോക്കാത്ത ആളാണ് എന്ന ഒരു പരാതിയും അവർ ഉന്നയിച്ചില്ല. ഒരു ദൂഷ്യ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ മദ്യപാനം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അതൊരു ദൂഷ്യ സ്വഭാവമായിട്ട് നിങ്ങളുടെ ഭാര്യ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഭാര്യയ്ക്കൊരു പരാതി നിങ്ങളെക്കുറിച്ചില്ല. എങ്ങനെയെങ്കിലും വന്ന് കാര്യങ്ങൾ കുടുംബജീവിതവും അല്ലെങ്കിൽ കുടുംബം നടത്തിക്കൊണ്ട് പോകാൻ. മകൾക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, മകൾ പഠിക്കുക. ആ കുട്ടി വന്നില്ല, ക്യാമറയുടെ മുമ്പിൽ വരാൻ കൂട്ടാക്കിയില്ല, ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. അപ്പോൾ സത്യം ദയവ് ചെയ്തിട്ട് വേഗത്തിൽ വീട്ടിലേക്ക് വിളിക്കുക. സത്യൻ മാത്രമല്ല, പ്രവാസലോകം പ്രവർത്തകർ സത്യൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് നോക്കാൻ. കാരണം അധികം ആളുകളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ തരാറില്ല. ദുബായ്ക്കാർക്ക് വളരെ കുറവേ തരാറുള്ളൂ. ഇത്തരത്തിലുള്ള അപൂർവം കേസുകൾ മാത്രമാണ് ദുബായിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവരെ സഹായിക്കണം, സത്യനെ സഹായിക്കണം. സത്യനെ ആയിട്ട് സംസാരിച്ച് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ ചെയ്തു കൊടുക്കണം. സത്യൻ തിരിച്ചു വരും കേട്ടോ. ശരി.